നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. SFI പ്രവർത്തകർക്ക് പറ്റിയ വമ്പൻ അമളി. ഗവർണറുടെ വാഹനമാണെന്ന് കരുതി ആംബുലൻസിന് കരിങ്കൊടി കാണിച്ച് SFI. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. നമുക്കറിയാം, വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ SFI ഗവർണർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എവിടെ വന്നാലും കരിങ്കൊടി കാണിച്ച് അദ്ദേഹത്തിനെതിരെ പ്രതിഷേധവുമായി SFI പ്രവർത്തകർ കുതിച്ചെത്തുന്നുണ്ട്. വലിയ രീതിയിലുള്ള നാടകീയമായ സംഭവ വികാസങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അരങ്ങേറിയതൊക്കെ നമ്മൾ കണ്ട കാഴ്ചയാണ്. കഴിഞ്ഞ ദിവസവും അത്തരത്തിൽ കരിങ്കൊടി പ്രതിഷേധം ഗവർണർക്കെതിരെ ഉണ്ടായി. പക്ഷേ ഗവർണറുടെ വാഹനമാണെന്ന് കരുതി ആംബുലൻസിന് നേരെയാണ് SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. പാലക്കാട് കാഴ്ചപ്പറമ്പിലാണ് SFI ആംബുലൻസിന് കരിങ്കൊടി കാണിച്ചത്. ദേശീയപാത 544 സൈറൻ ഇട്ട് വന്ന വാഹനം ഗവർണറുടേതാണെന്ന് തെറ്റിദ്ധരിച്ച് SFIക്കാർ കരിങ്കൊടി കാണിക്കുകയായിരുന്നു. കഞ്ചിക്കോട്ടും ഗവർണർക്കെതിരെ SFIയുടെ കരിങ്കൊടി പ്രതിഷേധം ഇന്നലെ ഉണ്ടായി. ഗവർണർ കഞ്ചിക്കോട്ടെ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയപ്പോഴായിരുന്നു SFI പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. SFI ജില്ലാ പ്രസിഡന്റ് അരുൺ ദേവിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പരിപാടികൾ അരങ്ങേറിയത്. അതേസമയം കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹം പൊട്ടിത്തെറിക്കുകയുണ്ടായി. മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ് SFI പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി അയച്ചിരിക്കുന്നതെന്നാണ് ഗവർണർ കഴിഞ്ഞ ദിവസവും പ്രതികരിച്ചത്, വിമർശിച്ചത്. SFIക്കാർ എന്തിനാണ് തന്റെ പുറകെ നടക്കുന്നതെന്നും അവരോട് തന്നെ ചോദിക്കണമെന്നും ഗവർണർ തുറന്നടിച്ചു. അതേസമയം ഇന്ന് തൃശൂരിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ CRPF സുരക്ഷയോടെ ഗവർണർ എത്തും. പ്രതിഷേധം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് ഗവർണർക്കായി ഒരുക്കിയിട്ടുള്ളത്. ഇന്നലെ വൈകിട്ട് ടൗൺ ഹാൾ പരിസരത്ത് നിന്ന് 5 SFI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കരുതൽ തടങ്കലിലാക്കിയിരിക്കുകയാണ്. പാലക്കാട് നിന്ന് തൃശൂർ രാമനിലയത്തിൽ ഗവർണർ എത്തുമ്പോൾ പ്രതിഷേധമുണ്ടാകുമെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് മുന്നറിയിപ്പുണ്ട്. ഇതനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണ ഭാഗമായാണ് 5 SFI പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തത്. CRPF സുരക്ഷ ഏർപ്പെടുത്തിയ ശേഷം ആദ്യമായാണ് ഗവർണർ തൃശൂർ ജില്ലയിലെത്തുന്നത്. ഇന്ന് ആരോഗ്യ സർവകലാശാല ബിരുദദാനം, പേരകം വിദ്യാനികേതൻ സ്കൂൾ വാർഷികം, നാളെ വാടനാപ്പള്ളി എങ്ങണ്ടിയൂരിൽ ചരിത്രകാരൻ വേലായുധൻ പണിക്കശ്ശേരിയുടെ നവതി ആഘോഷ ഉദ്ഘാടനം അടക്കം വിവിധ പരിപാടികളിൽ ഗവർണർ പങ്കെടുക്കും. എന്തായാലും പ്രദേശത്തൊക്കെ കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം എത്തിയിടത്തും കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. 5 SFI പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള നീക്കങ്ങളാണ് ഗവർണർ എത്തുന്നതിന് മുന്നോടിയായിട്ട് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഗവർണർക്കെതിരെ SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചെന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. നമുക്കറിയാം, CRPF സുരക്ഷ ഇപ്പോൾ ഗവർണർക്കുണ്ട്. ചാൻസലറായ ഗവർണർ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച SFIക്കാർ ഗവർണർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സവർക്കറെയല്ല ഞങ്ങൾക്ക് ആവശ്യം, ഗവർണറെയാണ്, ചാൻസലറെയാണ് ഞങ്ങൾക്ക് ആവശ്യം എന്നതടക്കമുള്ള പ്ലക്കാർഡുകളും ബാനറുകളും ഒക്കെ ഗവർണർക്കെതിരെ ഉയർത്തി വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് SFIക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എത്തുന്നിടത്തൊക്കെ SFI കരിങ്കൊടി കാണിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവ വികാസങ്ങൾ, അതായത് ഒരിക്കൽ അദ്ദേഹം കാറിൽ നിന്ന് പുറത്തിറങ്ങി SFIക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തി. മാത്രമല്ല, SFI തനിക്ക് ഇത്രയും സുരക്ഷ മാത്രമാണ് ഒരുക്കിയിരിക്കുന്നത്, റോഡിൽ അദ്ദേഹം കസേരയിട്ട് കുത്തിയിരിക്കുന്ന സംഭവ വികാസങ്ങൾ, മുഖ്യമന്ത്രി പോയാൽ ഇങ്ങനെയൊരു സുരക്ഷയാണ് ഒരുക്കുന്നത്, എനിക്ക് ഇത്ര സുരക്ഷയുള്ളൂ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഗവർണർ ചോദിച്ചത്. ഇതിന് പിന്നാലെ അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. പ്രധാനമന്ത്രിയെ വിളിച്ചു, അമിത്ഷായെ വിളിച്ചു, ഒടുവിൽ കേന്ദ്രം അദ്ദേഹത്തിന് CRPF സുരക്ഷ അനുവദിച്ചു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സംഭവ വികാസങ്ങൾ നമ്മൾ കണ്ടതാണ്. CRPF എത്തിയിട്ടും SFIക്കാർ കരിങ്കൊടി പ്രതിഷേധം അവസാനിപ്പിക്കുന്നില്ല എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.